നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി 9 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന നേട്ടത്തോടൊപ്പം നിർമ്മല സീതാരാമൻ ധരിച്ച വസ്ത്രങ്ങളും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധരിച്ച സാരികളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഓരോ തവണയും ബജറ്റിന്റെ പെട്ടി തുറക്കും മുമ്പ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സാരിയും ചർച്ചയാകാറുണ്ട്. ഓരോ സാരിക്ക് പിന്നിലും ഓരോ കഥകളും ഉണ്ടാകാറുണ്ട്. നിർമ്മല സീതാരാമന്റെ സാമ്പത്തിക നയങ്ങൾ പോലെ പ്രധാനം തന്നെയാണ് ബജറ്റ് ദിനത്തിൽ മന്ത്രി ധരിക്കുന്ന സാരികളും. തന്റെ നിലപാട് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ നിർമ്മല സീതാരാമന്റെ സാരികൾക്ക് സാധിക്കാറുണ്ട്. ഇന്ത്യയുടെ സമ്പന്നമായ ടെക്സ്റ്റൈൽ പാരമ്പര്യവും കരകൗശല വിദ്യകളും ധനകാര്യമന്ത്രിയുടെ സാരികൾ പലപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. ഈ വർഷം ധനമന്ത്രിയുടെ സാരിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് തമിഴ്നാടിന്റെ പൈതൃകമാണ്. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് അവതരണത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയത് 400 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് ഉദയം കൊണ്ട കാഞ്ചീവരം സാരികളുടെ ചരിത്രവും പേറിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനത്തിനായി വമ്പൻ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കും എന്ന പ്രതീക്ഷകളും ഇതോടെ ഉയർന്നു. പർപ്പിൾ നിറത്തിലുള്ള കട്ടം കാഞ്ചീവരം സാരിയിൽ സ്വർണ്ണ നിറത്തിലുള്ള ചെക്കുകളും കോഫി ബ്രൗൺ ബോർഡറിൽ കസവുമാണ് ഉള്ളത്. തമിഴ്നാടിന്റെ തനത് കൈത്തറി ഇനത്തിൽ വരുന്ന കട്ടം കള്ളി എന്നറിയപ്പെടുന്ന സാരി തമിഴ്നാടിന്റെ സംസ്കാരവും കലാതീതമായ നെയ്ത്ത് പാരമ്പര്യവും വിളിച്ചോതുന്നതാണ്. ഓരോ വർഷവും ബജറ്റ് സമയത്ത് അവരുടെ സാരി ഒരു ഫാഷൻ സ്റ്റൈലായി മാറുക മാത്രമല്ല, ഇന്ത്യയുടെ കൈത്തറി പൈതൃകം, പ്രാദേശിക കല, സാംസ്കാരിക വൈവിധ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായും വർത്തിക്കാറുണ്ട്. ഇത്തവണ പർപ്പിൾ നിറത്തിന്റെ തെരഞ്ഞെടുപ്പിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. സ്ത്രീ ശാക്തീകരണം, അന്തസ്സ്, നീതി, സമത്വം എന്നിവയുടെ പ്രതീകമായാണ് പർപ്പിൾ കണക്കാക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനവുമായും വനിതാ അവകാശ പ്രസ്ഥാനവുമായും ഈ നിറം ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം എന്നിവയ്ക്കായുള്ള പ്രത്യേക പദ്ധതികളിൽ ഈ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ എന്ന് ഇത് സൂചിപ്പിക്കുന്നു. 2019 ബജറ്റ് മുതൽ നിർമ്മല സീതാരാമൻ ഈ പാരമ്പര്യം നിലനിർത്തിയിട്ടുമുണ്ട്. കൂടാതെ ഓരോ ബജറ്റിനും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാരികൾ അവർ തിരഞ്ഞെടുക്കുന്നു. ഇത് കരകൗശല വൈദഗ്ധ്യത്തെ ആദരിക്കുക മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും സ്ത്രീകളുടെ പങ്കാളിത്തത്തെയും എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ തവണ ബീഹാറിലെ പരമ്പരാഗത സാരി ധരിച്ചാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിനായി എത്തിയത്. അന്ന് ബീഹാറിന് സഹായകമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായിരുന്നു. ബീഹാറിലെ മധുബനി ചിത്രപ്പണികളുള്ള വെള്ള കൈത്തറി സാരിയായിരുന്നു 2025 ബജറ്റ് അവതരണത്തിലെ ധനമന്ത്രിയുടെ വേഷം. ബീഹാറിലെ മിഥില മേഖലയിൽ നിന്നുള്ള പരമ്പരാഗത നാടോടി കലാരൂപമാണ് മധുബനി. മത്സ്യങ്ങളുടെയും പൂക്കളുടെയും എംബ്രോയിഡറിയുള്ള സ്വർണ്ണ ബോർഡറുള്ള ഓഫ് വൈറ്റ് കൈത്തറി സാരിയാണ് മന്ത്രി ധരിച്ചിരുന്നത്. മധുബനി കലയ്ക്കും 2021 പത്മ പുരസ്കാര ജേതാവ് ദുലാരി ദേവിക്കും ആദരസൂചകമായാണ് അന്ന് ഈ സാരി ധരിച്ചത്. ഈ സാരി മന്ത്രിക്ക് സമ്മാനിച്ചതും ദുലാരി ദേവിയായിരുന്നു. ബീഹാറിലെ നാടോടി കലകളെയും സ്ത്രീ കരകൗശലത്തെയുമാണ് ഇതുവഴി ധനമന്ത്രി ആദരിച്ചത്. 2024 ഫെബ്രുവരിയിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ പശ്ചിമബംഗാളിന്റെ കാന്ത എംബ്രോയിഡറിയിലുള്ള ടസർ സിൽക്കിലുള്ള നീല സാരിയും അതേ വർഷം ജൂലൈയിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ ആന്ധ്രയിൽ നിന്നുള്ള വെള്ള നിറത്തിലുള്ള മംഗൾഗിരി സാരിയുമാണ് നിർമ്മല ധരിച്ചിരുന്നത്. വെള്ള സിൽക്കിൽ മജന്ത നിറത്തിലുള്ള മുന്താണിയും ബോർഡറിലും മുന്താണിയിലും ഗോൾഡൻ വർക്കുമുള്ള സാരി ഏറെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. ഗോൾഡൻ നിറത്തിലുള്ള ചെക്ക് ഡിസൈനും സാരിയിലുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിനോടുള്ള പ്രത്യേക പരിഗണനയിലാണ് അന്ന് ആ സാരി തിരഞ്ഞെടുത്തതെന്ന് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2024 ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ എത്തിയപ്പോൾ ബംഗാളിൽ നിന്നുള്ള കാന്ത ഹാൻഡ് വർക്കോട് കൂടിയ നീല ടസർ സിൽക്ക് സാരിയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ഇതിൽ തുന്നിച്ചേർത്ത ഇലകളുടെ ഡിസൈനാണ് ഈ സാരിയുടെ പ്രത്യേകത. രാജ്യത്തെ മത്സ്യബന്ധന മേഖലയിലെ പുരോഗതിയെയും മത്സ്യമേഖലയുടെ വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെയും ധ്വനിപ്പിക്കുന്നതിനായിരുന്നു നീല നിറത്തിലുള്ള സാരി തിരഞ്ഞെടുത്തത് എന്നായിരുന്നു അന്നത്തെ ചർച്ചകൾ. 2023 കർണാടകയിലെ ധർവാഡിൽ നിന്നുള്ള കസുതി ത്രെഡ് വർക്ക് നിറഞ്ഞ ടെമ്പിൾ ബോർഡറുള്ള ചുവപ്പ് നിറത്തിലുള്ള സിൽക്ക് സാരിയായിരുന്നു. കൈകൊണ്ട് നെയ്തെടുത്ത ആ സാരിയിൽ രഥങ്ങളും മയിലുകളും താമരയുമാണ് തുന്നിച്ചേർത്തിരുന്നത്. 2022 ഒഡീഷയിലെ ഗഞ്ചാമിൽ നിന്നുള്ള സാരിയാണ് ചർച്ചയായത്. ബ്രൗൺ നിറത്തിലുള്ള ഈ ബ്രോംകോയ് സാരിക്ക് ഓഫ് വൈറ്റ് ബോർഡറാണ് ഉണ്ടായിരുന്നത്. ഗഞ്ചാമിലെ കൈത്തറി തൊഴിലാളികൾക്കുള്ള ആദരമായാണ് അന്ന് ആ സാരി ധരിച്ചത്. 2021 തെലങ്കാനയുടെ പോച്ചപ്പുള്ളി ഇക്കത്ത് എന്നറിയപ്പെടുന്ന പല നിറങ്ങളിലുള്ള സാരിയാണ് നിർമ്മല ധരിച്ചിരുന്നത്. ഔട്ട്ഫിറ്റ് ചുവപ്പ്, ഓഫ് വൈറ്റ് നിറങ്ങളോട് കൂടിയ ഈ സാരിയിൽ
ഇക്കാട്ട് പാറ്റേണുകളും നേരിയ പച്ച ബോർഡറുകളും ഉണ്ടായിരുന്നു. 2020-ൽ മഞ്ഞ നിറത്തിലുള്ള സിൽക്ക് സാരിയും അതേ നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു വേഷം. നേരിയ നീല ബോർഡറായിരുന്നു ഇതിന്റെ പ്രത്യേകത. 2019-ൽ തന്റെ ആദ്യ ബജറ്റ് അവതരണത്തിനായി ആന്ധ്രാപ്രദേശിന്റെ ഗോൾഡൻ ബോർഡറുള്ള ലളിതമായ കടും പിങ്ക് മംഗൾഗിരി സാരിയായിരുന്നു അവർ ധരിച്ചിരുന്നത്. തുടർച്ചയായി 9 തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കിയാണ് നിർമ്മല സീതാരാമൻ ഇത്തവണ ബജറ്റ് അവതരിപ്പിച്ചത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതിന്റെ റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പേരിലാണ്. 10 ബജറ്റുകളാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചിരുന്നത്. ആദ്യമായാണ് പൊതു അവധി ദിവസമായ ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.